വണ്ടി ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ വണ്ടി നമ്മൾ മേടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഗ്യാരേജിൽ ഇട്ടേക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് വണ്ടി വീട്ടിലേക്ക് അല്ല റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് റിമോട്ട് ഇട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോകാം. നമുക്ക് വണ്ടി നല്ല കെയർഫുള്ളായിട്ട് നമുക്ക് ഡ്രോൺ വെച്ചൊരു വീഡിയോ എടുത്താൽ വണ്ടി അത് അവൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോണുണ്ട്. മച്ചാൻ എന്താ ഇറങ്ങിപ്പോണ എവിടെ? ഞാൻ നിൻ്റെ കാർ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ. മച്ചാൻ്റെ സൗണ്ടൊന്നും മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ സൗണ്ടിനും തൊണ്ടയ്ക്ക് ഇച്ചിരി വരുന്നുണ്ട്. ഇന്നലെ ഒരു സീനുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാം. മച്ചാൻ നമ്മുടെ കൂടെ വരുന്ന ഇടിച്ചിടിച്ചില്ല. നല്ല രീതിക്ക് തന്നെ രാഗമുണ്ട്. അപ്പം മച്ചാൻ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ വരുന്നെന്നാണ് പറഞ്ഞത് റിസോർട്ടിലേക്ക്. അപ്പം നമുക്ക് മച്ചാനോട് വണ്ടി എടുത്തിട്ട് ചോദിക്കാം. മച്ചാനെ വിളിക്കാണ്ട് പുറകിലേക്ക് പോകാം. അയ്യോ അപ്പം അവൻ നമ്മുടെ റിസോർട്ടിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ സ്റ്റേ ചെയ്യാം. നമുക്ക് ഓക്കെ നിൽക്കുക. ഓണടിക്ക് പൊളിക്കണേണോ? അച്ഛനെ നമ്മുടെ കയ്യിൽ കാശൊന്നും ഇല്ല കേട്ടോ. വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം കാശ് പോയി. പക്ഷെ വണ്ടി പറക്കണേണ് കണ്ടോ. പിന്നില്ല ഗൈസ്, എൻ്റെ വേൾഡ് സെയിലിടുമ്പോൾ എനിക്ക് വാലിഡ് യുവർ ഇമെയിൽ എന്നാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ ഫസ്റ്റ് പാർട്ടിയിൽ തന്നെ നമുക്ക് 10 കമൻറ്റ് വന്നു ഗൈസ്. 10 കമൻറ്റ്. ഇതെല്ലാം ഇനിയും വരാൻ ഇതാക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇവിടെ അല്ല റിസോർട്ട്, നമുക്ക് അടുത്തായിട്ടാണ്. ഇവിടെ പാർക്കിംഗ് സ്പേസ് എന്താണെന്ന് അറിയില്ല. നമ്മുടെ പുത്തൻ വണ്ടിയാണ്. കഴിഞ്ഞൊക്കെ ഓടിച്ചിട്ട് ഇച്ചിരി ദിവസമായി. വർക്ക് ഫസ്റ്റ് നമ്മൾ കൊണ്ട് കയറ്റിയിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, കല്ലേ കയറ്റിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ വണ്ടി ഇടിച്ചിരിക്കുന്നു. അച്ഛനെ ഇതിൻ്റെ എവിടെ ആയിട്ടാണ് റൂം? അച്ഛനെ നീ ഉള്ളിലേക്ക് പോവാ, ഞാൻ കാണിച്ചു തരാം. ഇതേ മച്ചാനെ അവിടെ പേടിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മച്ചാൻ വരുന്നാണോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടാ വരുന്നില്ലേ? അപ്പം ചോദിച്ചേക്കാം. ഇടാ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസാവും വരുമായിരിക്കും. മച്ചാനെ ഇതിൻ്റെ ഇതാറ് റിസോർട്ടാ സാർ? ഇതെൻ്റെ റിസോർട്ടാണ് കേട്ടോ. ഇതിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷറി ഇത് തന്നെയാണ് കേട്ടോ. അതെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സാറിന് നമുക്ക് വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. അതെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടണമെങ്കിൽ മച്ചാന് ചാടണമെങ്കിൽ ചാടിക്കോ. പിന്നെ നമുക്കിത് ഇവിടെ കിടക്കാം. അപ്പോൾ മച്ചാൻ ഇവിടെ ജ്യൂസ് എല്ലാം കിട്ടുക. ജ്യൂസ് ബ്രോ എൻ്റെ പുറകെ വാ. അയ്യോ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ നിൽക്കണം. ജ്യൂസ് കിട്ടുമെന്ന് ചോദിച്ചോക്കാം. അച്ഛൻ ചാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇതില്ല. നമുക്ക് ഇതിട്ടിട്ടങ്ങ് ചാടിയേക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ കടന്ന് കുറച്ച് പുഷപ്പൊക്കെ എടുക്കാം. അതെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പുഷപ്പ് എടുക്കുന്നത് നമ്മൾ സീനാണ്. അയ്യോ അച്ഛനപ്പോൾ ഇവിടെ വല്ല ജ്യൂസ് ഇത് ചവിട്ടുണ്ട്. എന്നെ ചവിട്ടി. അപ്പം നമുക്കും തിരിച്ചൊരു ചവിട്ട് കൊടുക്കാം. മച്ചാൻ തിരിക്കുന്ന മോജൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മച്ചാനോട് ജ്യൂസ് ഉണ്ടോയെന്ന് നോക്കാം. മച്ചാനോട് ജ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. സാർ മൈ മണി
നമ്മുടെ മച്ചാൻ്റെ മണി പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കയറാൻ പറ്റുന്നില്ല. നമുക്കൊരു ജ്യൂസ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ജ്യൂസ് കടയിൽ ജ്യൂസ് ഇല്ലാണ്ടിരിക്കുക. മച്ചാതെ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ജ്യൂസ് കാണില്ലേ. മച്ചാനൊരു പൊട്ടനാണ്. ഈ അവിടെ നിന്ന് സംസാരിക്കുന്ന മച്ചാൻ്റെ മച്ചാൻ പറഞ്ഞിട്ടുണ്ട്. മച്ചാനെ എന്നാവാ നമുക്കൊരു ജ്യൂസ് കുടിക്കാം. അല്ല മച്ചാനെ എന്നാവാ നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ. ആ മച്ചാനെ വരാം, വാ ഒരു ജ്യൂസ് കുടിക്കുക. മച്ചാനെ നിനക്ക് തൊണ്ടവേനയാണോ? തൊണ്ടവേന? ആ മച്ചാനെ കുറച്ച് തൊണ്ടവേനയൊക്കെ ഉണ്ട്. അതെ, ഇന്നലെ ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിച്ചായിരുന്നു. അതിൻ്റെയാണെന്ന് തോന്നുന്നു, അതറിയത്തില്ല. ഇതാണ് നമ്മുടെ മച്ചാനെ നമ്മുടെ തൊണ്ടവേനയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ദേ ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കായപ്പുള്ള എല്ലാവരും ഉറങ്ങണമെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. ഗൈസ് അപ്പോൾ നല്ല ഉറക്കം തോന്നി. നമുക്ക് ഉറങ്ങാൻ പോവാം. നമുക്ക് ഈ ഒരു റൂമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങിയിട്ട് രാവിലെ കാണാം. അപ്പോൾ ഗൈസ് ദേ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുഷപ്പൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കടന്ന് ഇവിടെ ഉറങ്ങിയപ്പോൾ കുറച്ച് ലംബോർഗിനിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് പുഷപ്പൊക്കെ എടുത്ത് നമ്മുടെ ബോഡിയൊക്കെ ഇതാക്കട്ടെ. അപ്പോൾ വരട്ടെ. അപ്പോൾ അത് അച്ഛന്മാർ എന്താണെന്നറിയത്തില്ല, അവിടെ നിന്ന് വരുന്നുണ്ട്. മച്ചാനെ എന്താ മച്ചാനെ? ബ്രോ ഇന്നലെ ഒരു സൗണ്ട് കേട്ടായിരുന്നു ലംബോർഗിനിയുടെ. ബ്രോയ്ക്ക് ലംബോർഗിനി കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞ്. അപ്പം ബ്രോനെ ഇന്ന് ലംബോർഗിനി കാണിക്കുകയാണ്. വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ. മച്ചാനെ ഇതാരാ? മച്ചാനെ എൻ്റെ പേര് ഏബിലെന്നാട്ടാ. ഞാനാണ് ലംബോർഗിനിയുടെ ഓണർ. അപ്പം നമുക്ക് ലംബോർഗിനി കാണാൻ പോയാലോ? ആ മച്ചാനെ അപ്പം ബാ നമുക്ക് ലംബോർഗിനി കാണാൻ പോവാം. ഇവിടെ ലംബോർഗിനിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നതൊക്കെ. നമ്മൾ റിസോർട്ടിലുള്ള റിസോർട്ടാട്ടോ. ഇന്നലെ രാത്രി ഞാൻ ചുറ്റിയൊക്കെ കണ്ടു. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ലംബോർഗിനിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. ഗായ്സ് ഇവിടെ ഒരു ലംബോർഗിനി കിടക്കുന്നു. ഗായ്സ് അച്ഛനെ ഏതിൽ ഇതിനെത്ര? അച്ഛനെ ഇത് നമ്മൾക്ക് അത്രയും പൈസ ഒന്നും ആയിട്ടില്ല, കുറച്ച് പൈസയൊക്കെ ആയിട്ടുള്ളൂ. അച്ഛനെ ഇതൊന്ന് ഞാൻ ഓടിച്ചോട്ടെ. അച്ഛനെ ഓടിച്ചോ അച്ഛനെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലംബോർഗിനി ആദ്യമായിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വണ്ടി ആരും ഇന്നലെ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞു ഈ കാർ മതി ഓടിക്കാൻ. പിന്നല്ലാതെ ഓടിക്കാൻ പറ്റില്ല. ഗൈസ് നമ്മുടെ വണ്ടി അൺലോക്ക് ആക്കി കൊടുക്കാം. നമുക്ക് അത് നമുക്ക് ഇവിടെ നിന്നിട്ട് പറപ്പിച്ച് ലംബോർഗിനി ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇത് നമുക്ക് ഇതായിട്ടൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തി പൊട്ടിച്ചാലോ? നമുക്ക് പൊട്ടിക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ വണ്ടിയാണ്, നമുക്ക് പൊട്ടിച്ചാലോ? ഇതിലും സൗണ്ട് ആവും മറ്റന്നാൾ നമ്മുടെ വണ്ടിയായിട്ട് വരുന്നിട്ടുണ്ട്. ഇതിലും സൗണ്ട് ഒന്നും പറയില്ല. കറക്റ്റ് ഇതിലുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് നമ്മളെ ഇതിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമുക്ക് നേരെ കറക്റ്റ് നമുക്ക് ഇടാം. നമ്മൾ ആദ്യമായിട്ടാണ് ലംബോർഗിനി ഓടിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത്
ഇതാണ് നമ്മുടെ ലെംബോർഗിനി, നമ്മുടെയും പൊട്ടാറുണ്ട്. നമുക്ക് അപ്പം നമുക്ക് ചോദിച്ചോക്കാം ഡിസ്കൗണ്ടായിട്ടാണ്. പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് മച്ചാനെ നമുക്കിതൊന്ന് കിട്ടിക്കണ്ട, നമുക്കിതൊന്ന് കിട്ടിക്കാറാം. അത് മച്ചാനെ വാച്ചാനെ നമുക്കൊന്ന് കിട്ടിക്കാണോ. കാര്യം പറഞ്ഞില്ലേ, എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ റിസോർട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചില്ലായിരുന്നില്ല, നമുക്ക് ഇതിലങ്ങോട്ട് കുളിക്കാം. ഇത് കയറുന്നതൊന്നുമില്ല, നമ്മൾ പുല്ലിക്കൂടിയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ 100 ഏക്കറാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നേരെ നമുക്ക് പോകാം. ഇവിടെ എന്താ അപ്പുറത്ത് CCW ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടേബിൾ മറ്റുണ്ട്. അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലോ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് വൈൻഡപ്പാക്കാൻ പണിയാണ്. നെക്സ്റ്റ് പാർട്ടിൽ കാണാം. നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം. ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇത് നമ്മുടെ വിറകിനൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ കുളിക്കുക, നമുക്ക് അല്ലെങ്കിൽ ഡാൻസ് കളിക്കാം, വെള്ളത്തിൽ നിന്ന് ഡാൻസ് കളിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ പേരിന് നെക്സ്റ്റ് പാർട്ട് കാണാൻ. അപ്പം ബൈ.